ജിൻഡപ്പം പെട്ടോ? അഭിഷേക് ഒരു ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. ഉറക്കത്തിൽ അഭിഷേകിന്റെ തൊടയിൽ 2-3 തവണ ജിൻഡപ്പം കയറി പിടിച്ചു എന്ന്. ഇത് ശരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കാലോട്ട് ഉടയ്ക്കുന്ന അവസ്ഥയാണ്. കാരണം ഇന്നത്തെ ഡേ കൊണ്ടുപോയത് ജിൻഡോ ആയിരുന്നു. ദേ വൈകുന്നേരം ആകുമ്പോഴേക്കും പുതിയൊരു പ്രശ്നം. സാധാരണ ജിൻഡോയ്ക്ക് നേരെ ഉയർന്ന ഒരു കംപ്ലൈൻസ് മാതിരി അല്ല കേട്ടോ ഇത് കുറച്ച് ഗുരുതരമായ ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഇതിലൊരു ജഡ്ജ്മെന്റൽ ആയിട്ടൊരു കാര്യം പറയാനും വയ്യ. കാരണം ഇത് അവർ രണ്ടുപേർ തമ്മിൽ മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഒരു ബാഡ് ടച്ച് എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നതാണ്. ആ പുള്ളിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. പുറത്തൊന്നും നമുക്കത് കമന്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ജിൻഡോ ആവർത്തിച്ച് പറയുന്നുണ്ട് ഉറക്കത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്, വേണം വെച്ച് ചെയ്തതല്ല, കൈ തട്ടി മാറ്റുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്ന്. ഉറക്കത്തിൽ അറിയാതെ കൈയൊക്കെ തട്ടാം. അപ്പൊ ജിൻഡോ പറയുന്നത് കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വരുമ്പോൾ അത് സത്യമല്ലാതെ അത് പറയുകയാണെങ്കിൽ അത് ജിൻഡോന്റെ കരിയറിനെ തന്നെ നന്നായി എഫക്ട് ചെയ്യും. കാരണം ജിൻഡോ ഒരു ഫിസിക്കൽ ട്രെയിനർ ആണല്ലോ. ഇവിടെ അഭിഷേക് ജയദീപും ഇതൊരു വലിയ കാര്യമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ജിൻഡോ ഒരു സോറി പറഞ്ഞാൽ മതി എന്നാണ് പുള്ളിയും പറഞ്ഞത്. അതിനുശേഷം ജിൻഡോ പോയിട്ട് നമ്മുടെ സിബിനൊക്കെ